പാഠം 892 ഒരു മാനസാന്തരത്തിന്റെ കഥ. ആഹാ, ഷർട്ടും മുണ്ടും ഇതുവരെ തേച്ച് കഴിഞ്ഞില്ലേ? മണി 8:30 കഴിഞ്ഞു. മോഹനേട്ടന്റെ ഷർട്ട് മുണ്ടുമാണ് ദാ ഇവിടെ ഇരിക്കുന്നത്. അങ്ങേക്കെന്താ കണ്ണ് കണ്ടൂടെ? ഈയിടെ ഷർട്ടും മുണ്ടും തേക്കുമ്പോൾ നിനക്ക് തീരെ ശ്രദ്ധയില്ല. മെനിങ്ങാന്ന് ഞാനിട്ടുപോയ ഷർട്ടിൽ വലിയൊരു ചുളിവുണ്ടായിരുന്നു. ചുടിവുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കുമോ മോഹനേട്ടാ? ഒരു മനുഷ്യ സ്ത്രീയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോ ചിലപ്പോ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഒരു പോരായ്മയും കൂടാതെ ഒരു കാര്യം ചെയ്യാൻ ദൈവത്തിന് പോലും പറ്റില്ല. ഇതൊക്കെ നിന്റെ മോഡന്റെ ന്യായങ്ങളാ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരുപാട് ജോലികൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുമ്പോ ഒരു പോരായ്മ ഉണ്ടായാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. ഇത്രയും കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നത്തിലും ഞാൻ പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഞാൻ കെ മോഹനൻ സാർ എന്റെ ജോലികൾ ഒരു പോരായ്മയും കൂടാതെ ചെയ്യുന്ന ഒരാളാണ് എന്ന് സമ്മതിച്ചു. ഈ ഭൂമിയിൽ തെറ്റുപറ്റാത്ത ഒരേ ഒരു മനുഷ്യൻ കെ മോഹനൻ സാർ. അയ്യോ അയ്യോ, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പറ്റിയ ഒരു വലിയ കാണല്ലോ നീ ഇപ്പൊ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് വിശേഷമില്ലല്ലോ, പറ്റേണ്ടത് പറ്റിപ്പോയി. ഇനി ഒരിക്കൽ കൂടി പെണ്ണ് കാണാൻ ഒരു അവസരം എനിക്കുണ്ടായാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കും. നിലവാരമില്ലാത്ത ഇത്തരം തമാശകൾ പറഞ്ഞാൽ ആളാവും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് ആദ്യം മാറ്റിക്കും. ചില ദുഃഖകരമായ സത്യങ്ങൾ കേൾക്കുമ്പോ അതൊരു തമാശയായിട്ട് തോന്നുന്നത് തന്നെ കഷ്ടമാണ്. സാരമില്ല, നിനക്ക് തമാശയും സത്യമൊക്കെ തിരിച്ചറിയാനുള്ള കഴിവില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് വെറുതെ എന്നെ ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ദാ ഈ തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ട് മുണ്ടുമെടുത്ത് ചൂരുട്ടി കൂട്ടി ചവിട്ടി മെതിച്ച് എന്റെ പാട്ടിന് പോവും. പിന്നെ പുറകെ നടന്ന് ഭാമേ എന്റെ ഷർട്ട് ഒന്ന് തേച്ചതാ, എന്റെ മുണ്ട് തേച്ചതാ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അത് ആരാന്ന് പോയി നോക്ക്. എന്നെ കാണാൻ ആരും വരാനില്ല, നീ വേണേ പോയി നോക്ക്. ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ മോനട്ടാ, ഒന്ന് ചെല്ലുന്നുണ്ടോ? ഒന്ന് പോ. നമസ്കാരം. നമസ്കാരം. എന്താ സതീശ രാവിലെ? വക്കീലിനെ ഒന്ന് കാണാമെന്നതാ. ഇവിടെ ഇല്ലേ വക്കീൽ? ഉണ്ടല്ലോ. ഭാമേ, എന്താ വക്കീലിനെ കണ്ട പ്രശ്നം? ഏതെങ്കിലും കേസ് പോയി പെട്ടോ? കേസിൽ പെട്ടതൊന്നുമല്ല സാറേ, ഒരു കേസ് കൊടുക്കാൻ വേണ്ടിയാ. സത്യഭാമ വക്കീലാണ് കേസ് വാദിക്കുന്നതെങ്കിൽ ജയിക്കുമെന്ന എല്ലാരും പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം നല്ലതാണ്. നമ്മൾ ഒരു അസുഖവുമായി ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ എന്താ കരുതുക? ഈ ഡോക്ടറാണ് ഏറ്റവും നല്ല ഡോക്ടർ എന്ന്. നമ്മുടെ വിശ്വാസം ശരിയായിരുന്നോ എന്നറിയുന്നത് അസുഖം മാറുമ്പോഴോ മാറാതിരിക്കുമ്പോഴോ ആണല്ലോ. അല്ല, ഞാൻ പറഞ്ഞ കാര്യം ഇനി താമസിപ്പിക്കാൻ പറ്റില്ല വക്കീലെ. സുശീലയുമായി ഇനി ഒത്തുപോയ എനിക്ക് വയ്യ. എത്രയും പെട്ടെന്ന് വിവാഹമോചനത്തിന് കേസ് കൊടുത്തേ പറ്റൂ. ഓഹോ, വിവാഹമോചന കേസാണോ? അതെ സാറേ. എന്റെ ഒരു കാര്യം നോക്കാൻ അവക്ക് നേരമില്ല. സ്വന്തം ഇഷ്ടപ്രകാരം തോന്നുന്നതൊക്കെ ചെയ്യും. നമ്മളൊക്കെ കല്യാണം കഴിക്കുമ്പോ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ സാറേ, ഭാര്യ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. അതൊക്കെ തെറ്റിയാ പിന്നെ എന്ത് ചെയ്യും? പക്ഷേ വിവാഹമോചനം എന്ന് പറയുന്നത് സതീശൻ ഒരു 10:30 ആകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ശരി വക്കീലെ, ശരി. പക്ഷേ സതീഷ്, എന്റെ കക്ഷി എന്നെ കാണാൻ വരുമ്പോ മോഹനേട്ടൻ അതിൽ കയറി ഇടപെടാൻ നിൽക്കുന്ന എന്തിനാണ്? ഞാൻ ഇടപെടും. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നിസ്സാര പ്രശ്നം ഉണ്ടാവുമ്പോഴേക്കും ചാടി കയറി വിവാഹമോചനത്തിന് കേസ് കൊടുക്കാന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ലാതെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ ഭാര്യ അനുസരിക്കുന്നില്ലെന്ന്? അങ്ങനെ ഭാര്യ അനുസരണക്കേട് കാണിക്കുമ്പോഴേ വിവാഹമോചനത്തിന് കേസ് കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ ഞാനിപ്പോ എന്തുമാത്രം കേസ് കൊടുക്കേണ്ടി വന്നേ? ഇന്ന് വരെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നീ അനുസരിച്ചിട്ടുണ്ടോ? ഹലോ, ഒത്തുമനാണല്ലോ. ആ പ്രഭാകര, ഞാനേ മോഹനൻ സാറിന്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ സാറിനെ കണ്ടിട്ട് ഞാൻ വിളിക്കാം.
ഓ ശരി 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 ഓ ഉം. ഭഗവാനെ, ഇതാരായി വരുന്നത്? ഓമനക്കുട്ടനല്ലേ? ഓമനക്കുട്ടാ, ഓ എന്തു പറ്റി? നിനക്ക് ആകെപ്പാടെ ഒരു മാറ്റം. ഏ? ശ്ശോ. ഡേയ്, നീ ഓമനക്കുട്ടൻ തന്നെയാണാ? ഇങ്ങനെ വൃത്തിയായിട്ട് നിന്നെ കണ്ടിട്ട് എത്ര കൊല്ലമായി. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് പെട്ടെന്നല്ലേ ഉത്തമ? ഓ, ഓ, ഓ. എന്നാലും ഓമനക്കുട്ട, നിന്റെ കാര്യത്തിൽ ഞാനിത് പ്രതീക്ഷിച്ചേ ഇല്ല. ഇത്ര വൃത്തിയായി അലക്കി തേച്ച ഒരു ഷർട്ടും പാന്റും ഇട്ട് എന്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് ഈ മുടി ഇങ്ങനെ വൃത്തിയായി ചീകി വെച്ചും ഭംഗിയായി ഷേവ് ചെയ്ത് നിന്നെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാ. ഇത്തിരി വൃത്തിയായി നടന്നൂടെ ഓമനക്കുട്ട എന്ന് ഞാൻ നിന്റെ അടുത്ത് പണ്ട് ചോദിച്ചപ്പോ നീ എന്നെ വിളിക്കാത്ത ചീത്തയില്ല, ഓർമ്മയുണ്ടാ? ഇതിപ്പോ എന്തോ പറ്റി ഇതിനക്ക്? സത്യം പറയാലോ ഉത്തമ, എന്റെ ഈ മാറ്റത്തിന് മുഴുവൻ കാരണം നമ്മുടെ മോഹനേഷ സാറാ. മോഹനേഷ് സാറാ? ഉം. കഴിഞ്ഞ ആഴ്ച ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. ഇതാര്? ഓമനക്കുട്ടൻ ചേട്ടനാ? എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങള്? ഓ, എനിക്കെന്ത് വിശേഷമാ പ്രൊഫസറെ. ഞാൻ ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. ദാ അപേക്ഷ, ആധാരമൊക്കെ. ഓമനക്കുട്ടന്റെ കടയൊക്കെ എങ്ങനെ പോകുന്നു? എന്ത് പറയാനാ കാഞ്ചന സാറേ, കച്ചവടം തീരെയില്ല. ഇക്കണക്കിന് പോയാ വലിയ താമസമില്ലാത്ത കട കൂട്ടേണ്ടി വരും. കച്ചവടം കുറയുന്നതിന്റെ കാരണം എന്താ? ഓമനക്കുട്ട ചേട്ടന്റെ ശ്രദ്ധ കുറവ്. ചേട്ടന് തോന്നുമ്പോ കട തുറക്കും, തോന്നുമ്പോ അടയ്ക്കും. ചേട്ടന്റെ സൗകര്യത്തിന് സാധനങ്ങൾ വാങ്ങാൻ ആരെങ്കിലും വരുമോ? അത് വാസ്തവാ. ഇന്നലെയും കൂടെ പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞു ഓമനക്കുട്ടന്റെ കാര്യം. ഓമനക്കുട്ടന് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് കരുതി സാധനം വാങ്ങാൻ ആ കടയിൽ ചെന്നാൽ ഒന്നുകിൽ കട തുറന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കടയിൽ ആ സാധനം കാണില്ല. അതിനെ ഈ ബാക്കി കടക്കാർ കാണിക്കുന്ന പോലെ പട്ടാളച്ചിട്ട കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല. രാവിലെ 5 മണിക്ക് എണീക്കണം എന്നൊക്കെ നാട്ടുകാർ പറയും. എന്നെ കൊണ്ട് അതൊന്നും നടക്കില്ല. മതിയാകും വരെ ഉറങ്ങണം. കൊള്ളാം. ഉറക്കം കളഞ്ഞിട്ട് ഒരു കച്ചവടത്തിന് എന്നെ കിട്ടില്ല. അതെ, ഒരു കച്ചവടം ആകുമ്പോ ചില ചിട്ടകളൊക്കെ വേണം ഓമനക്കുട്ടൻ ചേട്ടാ, ഇല്ലെങ്കിൽ കട പൂട്ടി പോകുന്നേ. അതെ, ഈ മോഹനകൃഷ്ണ സാറിന്റെ രീതിയിലുള്ള ചിട്ടകളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊന്നും എനിക്ക് പറ്റില്ല. അലക്കി തേച്ച് വടിവത്ത ഷർട്ടും മുണ്ടും ഇട്ട് നടക്കാൻ വേറെ ആളെ നോക്കണം. ആ പിന്നെ സാറിന്റെ സമയനിഷ്ഠ ഉണ്ടല്ലോ, അത് മനുഷ്യനെ കൊണ്ട് പറ്റുന്നതാണോ? അങ്ങനെ സമയവും കാലവും ഒക്കെ നോക്കി ജീവിച്ചിട്ട് എന്താ കാര്യം? മോഹനകൃഷ്ണ സാറിന്റെ കൂടെ കൂടി നിങ്ങൾക്കൊക്കെ അത് ശീലമായി കാണും. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. നമസ്കാരം സാറേ. ഞാനൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. ഓമനക്കുട്ടൻ വരൂ. കാഞ്ചനെ, അപേക്ഷ ശരിക്കും പരിശോധിക്കണം. ഞാൻ താലൂക്ക് ഓഫീസിൽ പോയി വരുമ്പോഴേക്കും കൃത്യമായി വിവരങ്ങൾ പറയണം. ശരി സർ. ഓമനക്കുട്ടൻ വരൂ. ഓമനക്കുട്ടൻ ചേട്ടൻ പറഞ്ഞത് മുഴുവൻ സാറ് കേട്ട് കാണും. എന്തായാലും ഓമനക്കുട്ടൻ ചേട്ടന്റെ കാര്യത്തിൽ തീരുമാനമായി. അതെ. ഓമനക്കുട്ടൻ അവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ അത് കേട്ട പാടെ ദേഷ്യപ്പെട്ടു. പക്ഷെ ഞാനത് ചെയ്യില്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഞാൻ ഒരു ഗാന്ധിയനായതുകൊണ്ട്. ഓമനക്കുട്ടനെ പോലുള്ളവർ അറിവില്ലായ്മകൾ കൊണ്ട് പറയുന്ന അബദ്ധങ്ങൾ കേട്ട് ദേഷ്യപ്പെടുകയല്ല, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് വേണ്ടതെന്ന് ഈ കെ മോഹനകൃഷ്ണ സാറിന് അറിയാം. അതിനിപ്പോ ഞാൻ എന്താ അബദ്ധം സാറേ പറഞ്ഞേ? പറയാം. ഓമനക്കുട്ടൻ ആദ്യം എന്റെ
സമയനിഷ്ഠയെ കളിയാക്കി. സാരമില്ല. പക്ഷേ ഓമനക്കുട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഓമനക്കുട്ടന്റെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചു തുടങ്ങിയാൽ ഓമനക്കുട്ടൻ വിചാരിക്കുന്നതിനേക്കാൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്നു, വ്യായാമം ചെയ്യുന്നു, കുളിച്ച് വൃത്തിയായി അലക്കി തേച്ച വസ്ത്രങ്ങൾ ധരിച്ച് കടയിലേക്ക് പോകുന്നു. കട കൃത്യസമയത്ത് തുറക്കും. അങ്ങനെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഉണ്ടായി എന്ന് കരുതി. അതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവുന്നറിയാമോ? എന്ത് പ്രയോജനം? പറയാം. കട സമയത്ത് തുറക്കാൻ തുടങ്ങുന്നതോടെ ആളുകൾ ഓമനക്കുട്ടന്റെ കടയിലേക്ക് വരും. ഓമനക്കുട്ടന് കച്ചവടം കൂടും, ലാഭം കൂടും. ഓമനക്കുട്ടന് വളരെ സന്തോഷത്തോടെ ജീവിക്കാനും പറ്റും. എന്നെ ഈ നാട്ടുകാർക്ക് മുഴുവൻ ബഹുമാനമാണെന്ന് ഓമനക്കുട്ടൻ അറിയാമോ? അറിയാം. അതെന്തുകൊണ്ടാ? എന്റെ സമയനിഷ്ഠയും മാന്യതയും കൊണ്ട്. ഓമനക്കുട്ടനെ പറ്റിയും ആൾക്കാർ അങ്ങനെയൊക്കെ പറയണ്ടേ? ഓമനക്കുട്ടനെ കാണുമ്പോഴും ആൾക്കാർ ബഹുമാനത്തോടെ സംസാരിക്കണ്ടേ? ഓമനക്കുട്ടന് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാവണ്ടേ? അങ്ങനെ ചോദിച്ചാ ഓമനക്കുട്ടന് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കഷ്ടപ്പെടാൻ വയ്യ. കഷ്ടപ്പെടാതെയും അധ്വാനിക്കാതെയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ഓമനക്കുട്ട. ഈ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ വടിച്ച് അലക്കി തേച്ച വസ്ത്രങ്ങൾ ധരിച്ച് കൃത്യസമയത്ത് കടയിലേക്ക് ഒന്ന് ചെന്ന് നോക്ക്. അപ്പോഴറിയാം വ്യത്യാസം. അതിനുശേഷം അടിമുടി മാറാൻ ഞാൻ തീരുമാനിച്ചു. നേരെ ശശാങ്കന്റെ കടയിൽ പോയി മുടി വെട്ടി ഷേവ് ചെയ്തു. നേരെ വീട്ടിൽ ചെന്ന് വിലാസിനിയോട് കാര്യം പറഞ്ഞപ്പോ അവൾ ആദ്യം ചിരിച്ചു. പക്ഷേ പിറ്റേ ദിവസം തന്നെ വിലാസിനിക്ക് മനസ്സിലായി ഞാൻ കാര്യമായിട്ടാണെന്ന്. രാവിലെ 5:30 എണീറ്റ് നടക്കാൻ പോവും. 6:30 വരുമ്പോ ഒരു ചായ, പിന്നെ പത്രം വായന. 8 മണി കഴിയുമ്പോ കുളിച്ച് റെഡിയാവും ഞാൻ. ദാ വിലാസിന് തേച്ചെന്ന ഷർട്ടും പാന്റും ഞാൻ ഇട്ടിരിക്കുന്നേ. എല്ലാ ദിവസവും ഷർട്ടും പാന്റും മാറും. മൊത്തത്തില് ഞാൻ സുന്ദരനായിട്ടില്ലേ? അതുപോലെ 9 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 9:30 കടയിൽ ചെല്ലും. കൃത്യം 1 മണിക്ക് കടയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് 1:30 എത്തും. ഊണും കഴിച്ച് ഒന്ന് മയങ്ങും. 3:30 എണീറ്റാൽ ഉടനെ ഒരു ചായ. 4 മണിക്ക് പിന്നെയും വീട്ടിൽ നിന്ന് ഇറങ്ങും. 4:30 മുതൽ 9:30 വരെ കടയിൽ. 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ഇപ്പോ ജീവിതത്തിന് ആകപ്പാടെ ഒരു ചിട്ടയൊക്കെ ആയിട്ടുണ്ട്. അന്ന് മോഹനേഷ സാറിനെ കാണാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാ. അപ്പൊ നിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ മോഹനേഷ സാറാണ്? പിന്നല്ലാതെ ആ മനുഷ്യനാണ് എന്റെ കാണപ്പെട്ട ദൈവം. ആഹാ, ഉടുപ്പൊക്കെ കുട്ടപ്പനായി കഴിഞ്ഞല്ലോ. എന്താ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഈ ഇടയായിട്ട് നിനക്ക് ഷർട്ടും മുണ്ടും തേക്കുന്നതിലൊന്നും ഒരു ശ്രദ്ധയില്ലെന്ന്. ഓ, ഇതൊരു ഭയങ്കര സംഭവമായി പോയല്ലോ. ഇനിയിപ്പോ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ മോഹനയുടെ വില്യാഭ്യാസ കേട്ടാതിരിക്കോ എന്തോ. അതല്ലല്ലോ പ്രശ്നം. ഒരു കാര്യം ചെയ്യുമ്പോ നിനക്ക് വേണ്ടത്ര ശ്രദ്ധയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അക്ഷരം പ്രതി ശരിയായി. എനിക്ക് ഇങ്ങനെ ഷർട്ട് തേക്കാനേ സൗകര്യമുള്ളൂ. നല്ല മനസ്സുണ്ടെങ്കിൽ ഇതിലുകൊണ്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ഇത് ഊരി കളഞ്ഞിട്ട് തന്നെ ഒരു ഷർട്ട് തേച്ചിട്ടുണ്ട് പോക്കോ. നീ ഇതാ പറയൂ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പരസ്പര ബഹുമാനത്തോടെ സംസാരിച്ച് തീർക്കുകയാണ് വേണ്ടത് എന്ന് ഇന്ന് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴും നീ അത് കേട്ടില്ല. സതീശനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കാൻ നോക്കിയ ആളല്ലേ നീ? നീ ഏതും പറയുന്നതിന് അപ്പുറം പറയും. സതീശന്റെ കാര്യം ഇതുവരെയായിട്ട് വിട്ടില്ലായിരുന്നോ? എന്റെ മോഹനേട്ടാ, ഓരോ ദിവസം ഇത്തരത്തിലുള്ള എത്ര പേര് എന്നെ കാണാൻ വരുന്നെന്നറിയോ? അവരോടൊക്കെ സംസാരിച്ച് പ്രശ്നം തീർക്കാൻ ഞാൻ നോക്കാറുള്ളതാണ്. തീർന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? തീരില്ല. തീരാ നിങ്ങൾ വക്കീലന്മാരെ സമ്മതിക്കില്ലല്ലോ. മതി, കേസിന്റെ കോടതിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മോഹനേട്ടൻ അതിൽ ഇടപെടാൻ വരണ്ട. ഈ ഷർട്ടിന്റെ ചുളുവിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? അതിലും ഞാൻ ഇടപെടേണ്ടതാണോ? മോഹനേട്ടൻ തലയ്ക്ക് ഒരു കുഴപ്പമുണ്ടോ? ഷർട്ട് ദാ ഇങ്ങനെ ചുളിവുണ്ടായതിന്റെ പേരിൽ മോഹനേട്ടോട് ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്റെ ഫോൺ നമ്പർ കൊടുത്തോളൂ. ബാക്കിയുള്ള കാര്യം ഞാൻ അയാളോട് സംസാരിച്ചോളാം. രാവിലെ ഒരു ചുളിവും കൊണ്ട് വന്നിരിക്കുന്നു. അവൻ പറയാൻ വേറെ കുറ്റക്കുറവൊന്നും കണ്ടില്ലായിരിക്കും. അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മതിയല്ലോ. സാറേ
ആ ഉത്തമ വന്നിട്ടുണ്ട്. ഈ ഷർട്ടിലെ ചുളിവിനെ പറ്റി ഉത്തമൻ വല്ലതും പറയുകയാണെങ്കിൽ ഞാൻ അത് സമ്മതിച്ചേരാം. മോനോട് നോക്കിയോ, ഉത്തമൻ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അയ്യോ മക്കളെ, ആ നമസ്കാരമുണ്ട് സാർ. സാറത് നേരത്തെ ഇറങ്ങിയല്ലേ? അയ്യോ ഇതെന്ത് സാറേ ഷർട്ടിൽ ഒരു ചുളിവ്? ഇന്ന് വക്കീൽ ഷർട്ട് തേച്ചില്ലേ? ഇപ്പൊ നീ എന്ത് പറയുന്നു? നീ ഇവിടെ നിന്ന് വക്കീൽ ഓഫീസിൽ എത്തുന്നവരെ കാണുന്ന ഒരാളും നിന്നെ ഒന്ന് നോക്കുകയോ ചിരിക്കുക പോലും ചെയ്യില്ലായിരിക്കും. പക്ഷേ കെ മോഹനന്റെ സ്ഥാനകാര്യത്തിൽ അങ്ങനെ അല്ല. ഞാൻ എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് കേൾക്കാൻ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ശരി തന്നെ. പിന്നെ സാറേ, സമാധാനമായല്ലോ? സാറേ, ഞാൻ നമ്മുടെ പ്രഭാകരന്റെ സ്ഥലം അളക്കുന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ ആഴ്ച സാറിന് സമയം കിട്ടുമെന്ന് പ്രഭാകരൻ ചോദിച്ചു. നോക്കാം. ഓ ഓ ഓ ഇന്ന് വൈകുന്നേരം എന്നെ ഒന്ന് വിളിക്കൂ. അപ്പോൾ സമയവും ദിവസവും ഒക്കെ ഞാൻ പറയാം. ഓ അത് മതി. ഓ ഓ അയ്യോ പിന്നെ സാറേ, എന്താ? വേറൊരു ഭയങ്കര സംഭവം ഉണ്ടായി. എന്ത്? നമ്മുടെ പുത്തമ്പുരയിലെ ഓമനക്കുട്ടൻ ഞാൻ വഴി വെച്ച് കണ്ടു. സത്യം പറയാലോ സാറേ, പഴയ ഓമനക്കുട്ടനാണെന്നുള്ള കാര്യം വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മുടിയും താടിയും നീട്ടി അലക്കുകയും കുളിക്കുകയും ചെയ്യാതെ തെക്ക് വടക്കനെ നടക്കുന്ന ഓമനക്കുട്ടനല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് അവനെ ഒന്ന് കാണണമായിരുന്നു. മുടി വെട്ടി ഷേവ് ചെയ്ത് നെറ്റിയിലൊരു കുറിയൊക്കെ ഇട്ട് സുന്ദരനായിട്ട് നിൽക്കുന്നു. അലക്ക് തേച്ച ഒരു ഷർട്ടും ഒരു പാന്റും. എന്റെ വക്കീലെ, പഴയ ഓമനക്കുട്ടനാണെന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യന് വിശ്വസിക്കൂല. ആളുകൾ അങ്ങനെയൊക്കെയാ ഉത്തമ. കൊറേ നാള് മോശമായിട്ട് നടന്നു കഴിയുമ്പോ ബുദ്ധി തെളിയും. അപ്പൊ പിന്നെ മര്യാദയ്ക്ക് പെരുമാറിക്കോളൂ. വക്കീലെ, അതല്ല അത്ഭുതം. ഓമനക്കുട്ട എങ്ങനെയാണ് ഇങ്ങനെ നന്നായി എന്നാണ് വക്കീൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? ഈ നിൽക്കുന്ന കെ മോഹനേരി സാറിന്റെ ഉപദേശം കൊണ്ട്. കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോ ഓമനക്കുട്ടന് മോഹനേരി സാറ് വിസ്തരിച്ചൊന്ന് ഉപദേശിച്ചു. അതോടെയാണ് അവന് മനംമാറ്റം ഉണ്ടായത്. ഉത്തമനോട് ഈ കാര്യം ആരാ പറഞ്ഞത്? ഓമനക്കുട്ടൻ തന്നെ. ഓ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഓമനക്കുട്ടനെ കണ്ട് സംസാരിച്ചതല്ലേ, അപ്പോഴല്ലേ സംഭവം ഞാൻ അറിയുന്നത്. അവൻ പറയണ് മോഹനേരി സാറ് എന്റെ കാണപ്പെട്ട ദൈവമാണ് എന്ന്. സംഭവം സത്യമാണോ? ആണ് സാറേ. 4-5 ദിവസമായിട്ട് അവൻ പരമ യോഗ്യനായിട്ട് നടക്കുകയാണ്. ഇനിയിപ്പോ നാട്ടുകാർ മുഴുവനും കാര്യം അറിയും. ചോദിക്കുന്നവരോട് എല്ലാം ഓമനക്കുട്ട സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ പറയും. അതോടെ എന്താ സംഭവിക്കുക? നന്നായത് ഓമനക്കുട്ടനാണെങ്കിലും അതിന്റെ സൽപ്പേര് മുഴുവൻ മോഹനേരി സാറിനായിരിക്കും കിട്ടുന്നത്. ആർക്ക്? സാറിന് കിട്ടുമല്ലോ. എനിക്ക്. എന്തായാലും മോഹനേരി സാറിന് ഞാൻ സമ്മതിച്ചു. ഈ ഓമനക്കുട്ടനെ ഇങ്ങനെ മാറ്റാന്നുണ്ടെങ്കിൽ സാറിന് പിന്നെ എന്തെല്ലാം പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്റെ ഒരു ചെറിയ ഉപദേശമായിരുന്നു. ഓ, ഇതിനേക്കാൾ വലിയ വലിയ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു. പിന്നെ അപ്പൊ എനിക്ക് ഈ ഓഫീസിൽ പോകുന്ന ഓ ശരി സാറേ. ഇനിയിപ്പോ ഈ സാറിന് കൂടോത്രം വല്ലതും വശം ഉണ്ടോ? അങ്ങയുടെ ചോറ്റുപാത്രം. ഉത്തമൻ വന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്റെ അഭിപ്രായം ഒന്നും കേട്ടില്ല. എന്ത് വിഷയത്തില്? നീ എങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെയാ? കഴിഞ്ഞ ദിവസം വരെ യാതൊരു വൃത്തിയും കൃത്യനിഷ്ഠയുമില്ലാതെ തോന്നും പോലെ നടന്ന ഓമനക്കുട്ടൻ ഇപ്പോ പരമ യോഗ്യനായി മാറി എന്ന കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതാണ് ഇത്ര വലിയ കാര്യം. അത് വലിയ കാര്യമാണ്. ആരുപദേശിച്ചാലും ശ്രദ്ധിക്കാത്ത ഓമനക്കുട്ടനെ ഞാൻ കെ മോഹനേഷൻ സാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവനിപ്പോ വൃത്തിയായും ചിട്ടയിലും ജീവിച്ചു തുടങ്ങി. കൃത്യനിഷ്ഠ പാലിക്കുന്നു. ഉത്തരവാദിത്വ ബോധം ഉണ്ടായി. ഇതിൽ നിന്ന് നീ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിലിപ്പോ അങ്ങനെ ഒരുപാട് മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ. ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, എനിക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ. അങ്ങനെ ഒരു ശ്രദ്ധയുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഓമനക്കുട്ടനെ ഉപദേശിച്ചത്. 2,
നാട്ടുകാർക്ക് എന്നോടുള്ള ബഹുമാനം. അങ്ങനെ ഒരു ബഹുമാനം ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓമനക്കുട്ടൻ അക്ഷരം പ്രതി അനുസരിച്ചത്. ഓമനക്കുട്ടനെ പോലുള്ള നാട്ടുകാരുടെ കാര്യത്തിൽ മോഹനേട്ടൻ കാണിക്കുന്ന ഈ ഭയങ്കരമായ ശ്രദ്ധ എന്റെ കാര്യത്തിൽ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മോനേട്ടാ. ഓമനക്കുട്ടനെ പോലുള്ള നാട്ടുകാർ എന്നോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും നീ എന്ന് കാണിക്കുന്നുവോ അന്ന് നിന്റെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധയുണ്ടാവും. ഞാൻ മോഹനേട്ടനോട് ഒരു ബഹുമാനക്കുറവോ സ്നേഹക്കുറവും കാണിക്കാറില്ല. പക്ഷേ ഞാൻ എത്ര സ്നേഹിച്ചാലും ബഹുമാനിച്ചാലും മോഹനേട്ടത് മൈൻഡ് ചെയ്യില്ല. കാരണം എന്താ? എന്നെ മൈൻഡ് ചെയ്യുന്നോണ്ട് നാട്ടുകാരുടെ മുന്നിൽ ആളാകാൻ പറ്റൂലല്ലോ. എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാനൊട്ട് പരാതി പറയാൻ വരുവോ ഇല്ല. ഇപ്പൊ നീ പറഞ്ഞത് മുഴുവൻ പരാതിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ മുതൽ എന്നെ പറ്റി പരാതി പറയുക എന്നുള്ളത് മാത്രമാണ് നിന്റെ ജോലി. നിന്റെ പേര് സത്യഭാമ എന്നുള്ളത് മാറ്റി പരാതിഭാമ എന്നാക്കിയാലോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. സത്യം മോനേട്ടാ, ആ ഈ പേരുമാറ്റത്തിന്റെ കാര്യം ഞാനും പല പ്രാവശ്യം ആലോചിച്ചതാ. ആ. മോഹനകൃഷ്ണൻ എന്നുള്ള പേര് മോഹനേട്ടൻ ഒട്ടും ചേരുന്നില്ല. കരടി കൃഷ്ണൻ എന്നോ കടുവ കൃഷ്ണൻ എന്നോ ചീങ്കണി കൃഷ്ണൻ എന്നോ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കറക്റ്റായത്. മോഹനൻ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നത് എന്നാണ്, പേടിപ്പിക്കുന്നത് എന്നല്ല. ഇത്തരം വില കുറഞ്ഞ വർത്തമാനം പറഞ്ഞ് നീ നിന്റെ ജാള്യത മറയ്ക്കാൻ നോക്കണ്ട. ഓമനക്കുട്ടനെ ഞാൻ ഉപദേശിച്ചതും അവന്റെ മനസ്സ് മാറ്റിയതും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അതോടെ ഈ നാട്ടുകാർക്ക് എന്നോടുള്ള ബഹുമാനം വീണ്ടും വീണ്ടും കൂടിക്കഴിഞ്ഞു. ആ ബഹുമാനം കൂടുന്നതനുസരിച്ച് നിന്റെ അസൂയയും കൂടിക്കൂടി വരും. ഇങ്ങനെ അസൂയ കൂടി അസൂയ കൂടി അസൂയ കൂടി ഒടുവിൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. ഞാൻ ഇറങ്ങുന്നു. കടുവേ, എന്താ പറഞ്ഞത്? കടുവ ചാച്ചൻ. ഓമനക്കുട്ടനല്ലേ വരുന്നത്? അപ്പൊ ഉത്തമൻ പറഞ്ഞത് സത്യമാണ്. എന്തൊരു മാറ്റം! നമസ്കാരം സാർ. നമസ്കാരം. ഓമനക്കുട്ടൻ എങ്ങോട്ടാ? കടയിൽ ചെന്നപ്പോഴാ സാറേ ചിട്ടിയുടെ പൈസ അടയ്ക്കുന്ന കാര്യം ഓർത്തത്. പൈസ വീട്ടിലാ, അത് എടുക്കാൻ വേണ്ടി പോവാ. ഓ, അപ്പൊ കടയിലാരാ? അപ്പുറത്തെ കടയിലെ സുശീലനെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഞാൻ അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു ചെല്ലുമല്ലോ. അതുവരെ കട സുശീല നോക്കിക്കോളും. എന്താ സാറേ ഇങ്ങനെ നോക്കുന്നേ? ഓമനക്കുട്ടന്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട അതേ ഓമനക്കുട്ടനാണോ ഈ നിൽക്കുന്നത്? അല്ലല്ലോ, ഞാൻ ആകെ മാറിയില്ലേ. ഒക്കെ സാറിന്റെ ഉപദേശത്തിന്റെ ഫലമാ. സാറ് ദൈവത്തെ പോലെയാണെന്ന് ഞാൻ എന്നും വിലാസിനിയോട് പറയും. എനിക്ക് സന്തോഷമായി. ജീവിത വിജയം നേടാനുള്ള പുതിയ ചില ഉപദേശങ്ങൾ കൂടി ഞാൻ ഓമനക്കുട്ടനെ പറഞ്ഞത്. അടുത്ത ഞായറാഴ്ച എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ആ, ഞാൻ വരാം സാറേ. അപ്പൊ ശരി. ആ, വരട്ടെ. പോയി. ഒരാളെ കൂടി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ. സന്തോഷമായി. എന്നാൽ ഇതൊരു ഭയങ്കര സംഭവമായി പോയി കാഞ്ഞ സാറേ. ഓമനക്കുട്ടൻ ചേട്ടനെ പോലെ ഒരാളെ ഉപദേശിച്ച് നന്നാക്കുമെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? ഇതിപ്പം മോഹനേഷ സാർ ഉപദേശിച്ചത് കൊണ്ടൊന്നും ആയിരിക്കില്ല പക്ഷേ. നന്നാവണമെന്ന് ഓമനക്കുട്ടന് തോന്നി, നന്നായി, അത്ര തന്നെ. അങ്ങനെ പറയരുത് കാഞ്ചന സാറേ. ഓമനക്കുട്ടൻ ഒന്ന് നന്നായി കാണാൻ എത്ര പേര് ശ്രമിച്ചതാ. അവനൊരാളെ മൈൻഡ് ചെയ്യില്ല. പക്ഷേ മോഹനേഷ സാറ് പറഞ്ഞപ്പോ സംഗതി കുറുക്കിക്കൊണ്ടു. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. അല്ല, തോന്നാതിരിക്കുന്ന എന്തിനാ? നമ്മളൊക്കെ എത്ര കാലമായിട്ട് വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുന്നു. പണ്ടൊക്കെ നമ്മൾ കൈക്കൂലി വാങ്ങുമായിരുന്നു. ആഫീസിൽ തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. ഇപ്പോഴോ കൃത്യസമയത്ത് വരും, ജോലി ചെയ്യും, 10 പൈസ കൈക്കൂലി വാങ്ങില്ല.
നമ്മൾ നന്നായില്ലേ? അയ്യോ അതിപ്പോ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നന്നായതൊന്നും അല്ലല്ലോ ശിശുപാലൻ ചേട്ടാ. പേടിച്ചിട്ടല്ലേ? ഓമനക്കുട്ടനെ പേടിക്കേണ്ട കാര്യം എന്താ? എന്താണ് ചർച്ച? ഓമനക്കുട്ടൻ ചേട്ടന്റെ മാറ്റത്തെ കുറിച്ചാ നാട്ടിൽ മുഴുവൻ സംസാരം. സാറാണ് ചേട്ടനെ ഉപദേശിച്ച് നന്നാക്കിയെന്ന എല്ലാരും പറയുന്നത്. ഞാനും കേട്ടു. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും. നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്നു, അത്ര തന്നെ. അത് സാറിന്റെ വിനയം കൊണ്ട് പറയുന്നേ. ഓമനക്കുട്ടൻ ചേട്ടനെ പോലെ ഒരാളെ നന്നാക്കാൻ സാറ് വിചാരിച്ചാലേ നടക്കൂ. ഇക്കാര്യത്തില് ഇത്ര മിടുക്കുള്ള ഒരാള് നാട്ടിലില്ല. അത് വാസ്തവ സാറേ. ഉപദേശിക്കാൻ ചെന്നത് ഞാനാണെങ്കിലേ അവനെന്റെ തന്തയ്ക്ക് വിളിച്ചേനെ. എന്ത് ചെയ്യാനാ, ആളുകൾക്കൊക്കെ എന്നെ ഭയങ്കര ബഹുമാനമായി പോയി. അതെ അതെ. ചുരുക്കി പറഞ്ഞ ഓമനക്കുട്ടനെ ഉപദേശിച്ച് നന്നാക്കി സാറ് സൂപ്പർ സ്റ്റാർ ആയി. ആവുമല്ലോ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും വില ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവരെന്നെ പുകഴ്ത്തി സംസാരിക്കും, എന്നെ ബഹുമാനിക്കും. പക്ഷേ എന്റെ ഭാര്യയായ നിനക്ക് മാത്രം അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം നിനക്ക് അസൂയാണ്. നാട്ടുകാരൊക്കെ എന്നെ പറ്റി നല്ലത് പറയുന്നതിന് മുൻപേ അത് പറയേണ്ട നീ അത് പറയില്ല എന്ന് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ കുറച്ച് കാണാനും ശ്രമിക്കും. ഞാൻ മോഹനേട്ടനെ കുറച്ച് കാണാറേ ഇല്ല. പക്ഷെ നാട്ടുകാർ കാണിക്കുന്ന പോലെ വെറുതെ ഞാൻ മോഹനേട്ടനെ സോപ്പിടേണ്ട കാര്യമില്ലല്ലോ. നല്ലത് കണ്ട ഞാൻ നല്ലതെന്ന് പറയും. ഓമനക്കുട്ടനെ ഉപദേശിച്ച് നന്നാക്കിയത് നല്ലതല്ല എന്നാണോ നീ പറയുന്നത്? നാട്ടുകാരൊക്കെ പറഞ്ഞു അത് നന്നായി എന്ന്. പക്ഷെ നീ ഇത് പറയില്ല. കാരണം രാവിലെ എന്റെ ഷർട്ട് നന്നായി തേക്കാത്തതിന്റെ പേരിൽ ഞാൻ നിന്നൊന്ന് വഴക്ക് പറഞ്ഞു പോയല്ലോ. അതിന്റെ വാശിയാ നിനക്ക്. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് ഇന്ന് വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊന്നും നടക്കാതെ വന്നിട്ടില്ലല്ലോ. ഉണ്ടാ ഇത്രയും വൃത്തി മതി. ആരെങ്കിലും ഇനി മോഹനേഷ സാറിനെ പുകഴ്ത്താൻ വന്നതാണോ എന്തോ. നമസ്കാരം വക്കീലെ, ഞാൻ വിലാസിനിയാ, പുത്തമ്പുരയിലെ ഓമനക്കുട്ടന്റെ ഭാര്യ. എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ദാമോദർ സാറിന്റെ മോളുടെ കല്യാണത്തിന് വന്നപ്പോ നമ്മളെ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? അതെ, ഞാൻ മോഹനകൃഷ്ണ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. സാറല്ലേ ഇവിടെ? ഉണ്ട്, ഞാൻ വിളിക്കാം. മോനേട്ടാ, വിലാസിന് വന്നതെന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഓമനക്കുട്ടന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുണ്ടായ മാറ്റത്തെ പറ്റി നാട് മുഴുവൻ പാട്ടാണല്ലോ. എല്ലാറ്റിനും കാരണം മോഹനേട്ടനാണെന്ന് എല്ലാരും പറയുന്നേ. അതെ വക്കീലെ, എല്ലാത്തിനും കാരണം മോഹനകൃഷ്ണ സാറാ. കഴിഞ്ഞ ആഴ്ച ഒരു കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയതാ ഓമനക്കുട്ടൻ ചേട്ടൻ. തിരിച്ചു വന്നതേ മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്തിട്ടാ. അപ്പോഴേ ഞാൻ അന്തം വിട്ടു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാ കാര്യം പറയുന്നേ. നമസ്കാരം സാർ. ഞാൻ നമസ്കാരം. എനിക്കറിയാം, ഓമനക്കുട്ടന്റെ ഭാര്യ വിലാസിനി അല്ലേ? അതെ സാർ. വിലാസിനിക്ക് സന്തോഷമായല്ലോ. നിങ്ങളൊക്കെ എത്ര വിചാരിച്ചിട്ട് നന്നാവാത്ത ഓമനക്കുട്ടനെയാണ് ഒരൊറ്റ ഉപദേശം കൊണ്ട് കെ മോഹനേഷ് സാർ നന്നാക്കി മാറ്റിയത്. എന്ത് നന്നാക്കിയെന്നാ ഈ സാറ് പറയുന്നേ? ഇത്രയും കാലം കാലത്ത് തോന്നുമ്പോഴാ എഴുന്നേക്കുന്നേ. എഴുന്നേറ്റ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഇരിക്കുമായിരുന്നു. ചായ കുടിക്കണമെന്ന് തോന്നിയ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയ്ക്ക് പോവും. ഇഷ്ടമുള്ളപ്പോ തിരിച്ചു വരും. കടയിൽ പോവാൻ തോന്നിയ പോവും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ എനിക്ക് മനസമാധാനം ഉണ്ടായിരുന്നു. എന്റെ കാര്യം നോക്കി 9:30 എനിക്ക് ഓഫീസിൽ പോവാമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വക്കീലിനറിയോ? അങ്ങേര് 5:30 എഴുന്നേക്കും. അപ്പൊ തന്നെ എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കും. 6 മണിക്ക് മുമ്പ് എഴുന്നേക്കുന്നത് എനിക്ക് വലിയ പാടാ വക്കീലെ. 6:30 നടത്തം കഴിഞ്ഞ് വരും.
അപ്പം കിട്ടണം ചായ. ഒരു മിനിറ്റ് വയ്യ വഴക്കാം. അത് കഴിഞ്ഞ് കുളിക്കാൻ ചൂടുവെള്ളം. കുളി കഴിഞ്ഞ് വരുമ്പോ കഴിക്കാനുള്ളത് മേശപ്പുറത്തെടുത്ത് വെച്ചിരിക്കണം. ഹ, ഓരോന്നിനും കൃത്യസമയം. അല്പം വയ്യ ചീത്തവിളി. കൃത്യനിഷ്ഠ, കൃത്യനിഷ്ഠ. അത് നല്ലല്ലേ? ഷർട്ടും പാന്റും തേക്കുന്നതാ ഏറ്റവും വലിയ പാട്. ഒരു ചെറിയ ചുളിവ് പോലും ഷർട്ടിൽ വീഴാൻ പാടില്ല. വീണ വഴക്കിന് വരും. എന്റെ വക്കീലെ, മനസമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു വീട് ഈ സാറിന്റെ വാക്ക് കേട്ട് അയാളൊരു പട്ടാള ക്യാമ്പാക്കി. ഇങ്ങനെ ക്ലോക്കിൽ നോക്കി ജീവിക്കാൻ എനിക്ക് വയ്യ. സാറേ, എന്തോ എല്ലാത്തിനും കാരണം സാറാ. ആണോ? ഒന്നുകിൽ അങ്ങേരെ പഴയതുപോലെ ആക്കി തരണം, അല്ലെങ്കിൽ സാർ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അല്ല, അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞാല് പിന്നെ എങ്ങനെ പറയണം? വക്കീലിന് ക്ഷമയും സമയവും ഒക്കെ ഒരുപാട് കാണുമായിരിക്കും. അതുകൊണ്ട് ഈ സാറ് കാണിക്കുന്ന സകല മുഷ്കും സഹിക്കും. പക്ഷെ എനിക്ക് സമയവുമില്ല, സഹിക്കേണ്ട കാര്യവുമില്ല. ഇനി അങ്ങേരെ എന്നോട് ചിട്ടയും വൃത്തിയും പറഞ്ഞ് വഴക്കിന് വന്ന ചോയൽ വിഷം കലക്കി കൊടുത്ത് കൊല്ലും ഞാൻ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സാറ എല്ലാത്തിനും കാരണമൊന്നും പറഞ്ഞ് എഴുതിയും കൊടുക്കും. അയ്യോ, അതെ, പോയാ? ഞാൻ ഇവിടെ ഉണ്ട്. പോയി, ആ കുട്ടി പോയി. ഞാനും വന്നേനെ. ഒരാള് നന്നായിട്ട് കരുതിയപ്പോ തെറ്റായി പോയോ? ഓമനക്കുട്ടൻ നന്നായതിനെ പറ്റി നാട്ടുകാർ മുഴുവനും പറഞ്ഞു. പക്ഷെ പറയേണ്ട ആള് പറഞ്ഞ മോനട്ട കേട്ടല്ലോ. അതിനുള്ള വിവരമല്ല. മോനട്ടാ, കടുംപിടുത്തക്കാരനും കൃത്യനിഷ്ഠക്കാരനും ആവുന്നൊക്കെ നല്ലതാണ്. പക്ഷേ മോഹനട്ടൻ എല്ലാ കാര്യത്തിലും ഒരു പൊടിക്ക് കൂടുതലാണ്. മോഹനട്ടനെ കണ്ടുപിടിച്ച് ആ പാവ ഓമനക്കുട്ടനും അങ്ങനെ ആയിപ്പോയല്ലോ. ഒരാഴ്ച ഓമനക്കുട്ടനെ സഹിച്ചപ്പോഴേക്കും വിലാസിന് ഇത്ര വശം കിട്ടെങ്കില് 5-6 വർഷമായിട്ട് സഹിക്കുന്ന ഞാൻ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും. ആ മോനടാ, ഈ ചായയിൽ എന്താ കലക്കുന്ന കാര്യം വിലാസിന് പറഞ്ഞിരുന്നല്ലോ, അതെന്തായിരുന്നു? ബൂസ്റ്റ്, പാല്. ഈ പാലിൽ ചായപ്പൊടി കലക്കുമ്പോഴാണല്ലോ ചായ ഉണ്ടാകുന്നത്. ചായപ്പൻ എന്ത് കലക്കാനാ? വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയോടെ കലക്കാം. ഈ വിലാസിന് പറഞ്ഞ കാര്യം ഞാനോട് പറയണ്ടെന്ന്. ഈ നാട്ടുകാരൊക്കെ എന്നെ പറ്റി നല്ലത് പറയാണല്ലോ. നമ്മളായിട്ട് പറയുന്നത് മാറ്റുന്നത് അങ്ങനെ ഇരിക്കും. ആളുകളെ ഉപദേശിച്ച് നന്നാക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയാനാവില്ല. പക്ഷെ നന്നാവുന്നത് എങ്ങനെയാണെന്നും ആ നന്നാവൽ മറ്റുള്ളവർക്ക് എന്ത് പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുകൂടി ആലോചിക്കേണ്ടതാണ് എന്നതാണ് കാര്യം. ഓമനക്കുട്ടനെ ഉപദേശിച്ച് നന്നാക്കി വിലാസിനിയെ കുഴപ്പത്തിൽ ചാടിച്ച വില്ലേജ് ഓഫീസറോട് സഹതാപം പ്രകടിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം.